A girl at the window. Naveen looked at the window and saw a girl. I have seen her somewhere, he said. The girl was looking at them curiously. Her messy hair was swinging in the wind. She looked very tired. Sasha went to the window. She offered an unniyappam to the girl, but the girl ran away without taking it. Sasha's eyes followed the girl, but the girl disappeared behind the bushes. Where does she live? Sasha asked Naveen, who was enjoying a big bite of unniyappam. I don't know, he said. Poor girl, her clothes are torn, Sasha said. ഇപ്പം ജനലിനരികിലെത്തിയ പെൺകുട്ടി ഒരു പെൺകുട്ടി ജനലിനരികിലെത്തിയിട്ടുണ്ട് അതാണ് ടൈറ്റിൽ. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീന് വിൻഡോയുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു? ഒരു പെൺകുട്ടിയെ കണ്ടു. സോ എ ഗേൾ, ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹർ സംവെയർ, ഹി സെഡ്. അപ്പം നവീൻ എന്താ പറഞ്ഞത്? ഐ ഹാവ് സീൻ ഹർ സംവെയർ. സംവെയർ എന്ന് പറഞ്ഞാൽ എവിടെയോ, എവിടെയാണെന്ന് അവനക്കറിയില്ല. സംവെയർ, എവിടെയോ. ഐ ഹാവ് സീൻ ഹർ, ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നവീൻ പറയാണ്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ പെൺകുട്ടി വാസ് ലുക്കിംഗ്, നോക്കുകയായിരുന്നു. എങ്ങനെ? അറ്റ് ദം, അവരുടെ നേരേക്ക്. ക്യൂരിയസ്ലി, ആകാംക്ഷയോടെ. അപ്പോൾ ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ അവരെ, ദം എന്ന് പറഞ്ഞാൽ അവരെ, അറ്റ് ദം അവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവരിലേക്ക്. ലുക്കിംഗ് അറ്റ് ദം, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. എങ്ങനെയാണ് ആ പെൺകുട്ടി അവരുടെ അടുത്തേക്ക് നോക്കിയിരുന്നത്? ആകാംക്ഷയോടെയാണ്. ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ ടു നോ സംതിങ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇൻട്രസ്റ്റ് ടു നോ സംതിങ്, നമ്മളെന്തെങ്കിലും അറിയാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ ആകാംക്ഷ എന്ന് പറയുക. അതിൻ്റെ വൺ വേർഡാണ് ക്യൂരിയസ്ലി. ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. ഹെർ മെസ്സി ഹെയർ, അവളുടെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുടി. വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടുക എന്നൊക്കെയാണ്. അപ്പോൾ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്, കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവളെ കാണുമ്പോൾ അവളെങ്ങനെയാണ് കാണപ്പെട്ടത്? വെരി ടയേർഡ്, വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്. സാഷ വെൻ ടു ദ വിൻഡോ. സാഷ ജനലിനടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. എന്നിട്ട് ഒരു ഉണ്ണിയപ്പം എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നീട്ടുകയാണ്, ഓഫർ ചെയ്യുകയാണ്. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ ആ പെൺകുട്ടി അതെടുക്കാതെ ഓടിപ്പോയി. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. സാഷയുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു, ആ പെൺകുട്ടിയെ പിന്തുടർന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. പക്ഷെ ആ പെൺകുട്ടി കുറ്റിക്കാട് അല്ലെങ്കിൽ കുറ്റിച്ചെടി എന്നൊക്കെയാണ് ബുഷസ് എന്ന് പറയുക. കുറ്റിക്കാട്, കുറ്റിച്ചെടി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പിറകിലേക്ക് അപ്രത്യക്ഷമായി. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ, ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ കാണാതാവുക അല്ല അപ്രത്യക്ഷമാവുക എന്നൊക്കെയാണ്. മറഞ്ഞുപോയി എന്നുള്ള അർത്ഥം. വേർ ഡസ് ഷീ ലിവ്? എവിടെയാണ് അവൾ താമസിക്കുന്നത്? എവിടെയാണ് അവൾ ജീവിക്കുന്നത്? സാഷ ആസ് നവീൻ, ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അപ്പോൾ നവീനോട് സാഷി ചോദിക്കണം, ആ പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നത്? ആ സമയത്ത് നവീൻ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു? ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ഒരു വലിയ കഷ്ണം ഉണ്ണിയപ്പം ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു നമ്മുടെ നവീന്. ഐ ഡോണ്ട് നോ, ഹീ സെഡ്. എനിക്കറിയില്ല എന്ന് അവൻ പറഞ്ഞു. പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഹർ ക്ലോത്ത്സ് ആർ ടോൺ. അവളുടെ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ ഇതുണ്ട്, ടോൺ ചെയ്തിട്ടുണ്ട്, കീറിയിട്ടുണ്ട് എന്നാണ്. ടോൺ എന്ന് പറഞ്ഞാൽ കീറി എന്നാണ്. അപ്പോൾ കീറുക എന്നുള്ളതിന് ടിയർ എന്നാണ് അറിയാം. ടിയറിൻ്റെ പാസ്റ്റാണ് ടോൺ. സാഷ സെഡ്, സാഷ പറഞ്ഞു. വൈ ഡിഡ്ന്റ് ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടായിരുന്നു ആ പെൺകുട്ടി ഉണ്ണിയപ്പം സ്വീകരിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ആണ് ദ ഗേൾ കംസ് അഗെയിൻ. ആ പെൺകുട്ടി വീണ്ടും വന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. മിസ് അനുപമ ദ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. സഡൻലി സാഷ സോ എ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. Poor girl, I think she wants to come in, Sasha murmured. Listen, said the teacher. Hearing the teacher's voice, the girl ran away. The girl comes again. ആ പെൺകുട്ടി വീണ്ടും വന്നു എന്നാണ് ടൈറ്റിൽ. The best of friends can change a frown into a smile when you feel down. Miss Anupama, the teacher was singing a song in the class. അപ്പോൾ അനുപമ ടീച്ചർ അവരുടെ ക്ലാസ്സിൽ, ദർ ടീച്ചർ എന്നാണ് അവരുടെ ടീച്ചർ, വാസ് സിംഗിങ്, പാട്ട് പാടുകയായിരുന്നു അല്ലേ. സോങ് ഇൻ ദ ക്ലാസ്, ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു
ആ സമയത്ത് എന്താണ് ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നവർ എങ്ങനെയുള്ളവരായിരിക്കാം? ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. നമ്മൾ ഫീൽ ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, സാഡായിരിക്കുന്ന സമയത്ത്, ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ. നമ്മുടെ മുഖത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടാവുക? സങ്കടാഭാവം തന്നെ ആയിരിക്കില്ലേ? ക്യാൻ ചേഞ്ച് എ ഫ്രോൺ, അങ്ങനെയുള്ള സങ്കടഭാവത്തിനെ ഇൻ ടു എ സ്മൈൽ, ഒരു പുഞ്ചിരിയാക്കി മാറ്റാൻ കഴിയുന്നവരാണ് ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് എന്നാണ് ഈ പാട്ടിൽ ടീച്ചർ പാടിക്കൊണ്ടിരിക്കുന്നത്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ എന്നാണ് പറയുന്നത്. സഡൻലി സാഷ സോ എ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. പെട്ടെന്ന് സാഷ ആരെ കണ്ടു? ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടു ആ ഡോറിനരികിലായിട്ട്. പുവർ ഗേൾ, പാവം പെൺകുട്ടി. ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ. എനിക്ക് തോന്നുന്നു അവൾക്ക് അകത്തേക്ക് വരണമെന്നാണ്. സാഷ മർമർ, സാഷ ഇങ്ങനെ പിറുപിറുത്തു. ലിസൺ സെഡ് ദ ടീച്ചർ. ടീച്ചർ ഇവിടെ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഹിയർ ഇൻ ദ ടീച്ചേഴ്സ് വോയിസ്, ടീച്ചറുടെ സൗണ്ട് കേട്ടപ്പോൾ ദ ഗേൾ റാൻ അവേ, ആ പെൺകുട്ടി ഓടിപ്പോയി വീണ്ടും. അടുത്തതാണ് എ ലല്ലബി. എ ലല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ട്. എന്താ നോക്കാം നമുക്കിവിടെ. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വാക്കിംഗ് ഹോം. ഓൺ ദ വേ ദേ ഹേർഡ് someone singing a song. The best of friends will understand your little trials and lend a hand. Naveen, do you hear the song? Sasha asked. That's the song our teacher taught us today, Naveen replied. But who is singing? Come, let's find out. അപ്പം എ ലല്ലബി, ഒരു താരാട്ട്. ആഫ്റ്റർ സ്കൂൾ വിട്ടിട്ട് സ്കൂളിന് ശേഷം സാഷയും നവീനും വാക്കിംഗ് ഹോം, അവർ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഓൺ ദ വേ, വഴിയിൽ ദ ഹേർഡ് someone singing a song, ഒരാൾ പാട്ട് പാടുന്നത് കേട്ടു. എന്താണ് പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. അപ്പോൾ ഈ നേരത്തെ ടീച്ചർ പാടിയ പാട്ടിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇതിൽ ആരോ പാടുന്നതായിട്ട് കേൾക്കുന്നത്. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് വിൽ അണ്ടർസ്റ്റാൻഡ്, നമ്മളെ മനസ്സിലാക്കും, യുവർ ലിറ്റിൽ ട്രയൽസ്, നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ആൻഡ് ലെൻഡ് എ ഹാൻഡ്, നിങ്ങളെ സഹായിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പാട്ടാണ്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്. നവീൻ, നീ ആ പാട്ട് കേട്ടോ? സാഷ ചോദിക്കുകയാണ്. ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ. ആ സോങ് നമ്മുടെ ടീച്ചർ ഇന്ന് പഠിപ്പിച്ച് തന്ന സോങ് അല്ലേ? നവീൻ റിപ്ലൈഡ്. നവീൻ മറുപടി പറഞ്ഞു. ബട്ട് ഹൂ ഈസ് സിംഗിങ്? ആരാ അത് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവാണ്. ഹു ഡു യു തിങ്ക് വാസ് സിംഗിങ്? നിങ്ങൾക്ക് തോന്നുന്നു ആരാണ് ആ പാട്ട് പാടുന്നതാണെന്ന്? എ പ്ലസൻറ്റ് സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. ഷി വാസ് ക്രാഡ്ലിംഗ് ഹർ ലിറ്റിൽ ബ്രദർ singing the song. How quickly has she learned the song? Naveen whispered to Sasha. The girl saw them and smiled. She tried to comb her dry hair with her fingers. You sing beautifully. Naveen appreciated her. Sasha wanted to give the girl a gift. A pleasant surprise. സന്തോഷകരമായ ഒരു സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. അപ്പോൾ ഈ പാടുന്നത് കേട്ടിട്ട് ഇവർ സെർച്ച് ചെയ്യാൻ പോയല്ലോ, ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു മരത്തിനടിയിലായിട്ട് ഇവർ ആ പെൺകുട്ടിയെ കണ്ടു. ഷി വാസ് ക്രാഡ്ലിംഗ് ഹർ ലിറ്റിൽ ബ്രദർ. അപ്പോൾ അവൾ എന്തായിരുന്നു ചെയ്യുന്നത്? അവളുടെ കുഞ്ഞു സഹോദരനെ തൊട്ടിലാട്ടുകയായിരുന്നു. ക്രാഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ടിലാട്ട്. സിംഗിങ് ദ സോങ്, ഈ പാട്ട് പാടിക്കൊണ്ട് അല്ലേ, ഈ പാട്ട് പാടിക്കൊണ്ട് കുഞ്ഞിനെ ഉറക്കുകയായിരുന്നു. ഹൗ ക്വിക്ലി ഹാസ് ഷി ലേൺ ദ സോങ്? എത്ര പെട്ടെന്നാണ് അവൾ ആ പാട്ട് പഠിച്ചത്? നവീൻ വിസ്പേർഡ് ടു സാഷ. നവീന് സാഷയോട് മന്ത്രിച്ചു. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ആ പെൺകുട്ടി ഇവരെ കണ്ട് പുഞ്ചിരിച്ചു. ഷീ ട്രൈ ടു കോം ഹർ ഡ്രൈ ഹെയർ വിത്ത് ഹർ ഫിംഗേഴ്സ്. അവളുടെ ഉണങ്ങിയ ആ ഒരു എന്താ പറയുക, എണ്ണൊന്നും ഇല്ലാത്ത മുടിക്കാണ് ഇവിടെ ഡ്രൈ ഹെയർ എന്ന് പറയുന്നത്. ആ പാറിപ്പറിഞ്ഞ മുടിയിലിങ്ങനെ അവളുടെ വിരൽ കൊണ്ടിങ്ങനെ കോംബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചീക എന്നുള്ള രീതിയിലാണ് പറയുമ്പോൾ, ഇങ്ങനെ വിരൽ ഓടിക്കുകയാണ് ഇവരെ കണ്ടപ്പോൾ. യു സിങ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രീഷിയേറ്റഡ് ഹർ. നവീൻ അവൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ നന്നായി പാടുന്നുണ്ടല്ലോ, നല്ല മനോഹരമായി പാടി. സാഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സാഷയ്ക്ക് ആ പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. ദ ഗിഫ്റ്റ്, എന്താണ് ഗിഫ്റ്റ്? സാഷ ഓപ്പൺ ഹർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്.
It was a picture storybook. Here is a gift for you. Sasha handed it over to her. The girl wiped her hands on the skirt. She received the book with a smile. Kabida, who is the? Her mother called out. Let's go, Naveen hurried, hearing the voice. We should tell Anu teacher about Kabida. I think she will help her, Sasha suggested. അപ്പോൾ എന്താണ് ഗിഫ്റ്റ്? സാഷ ഓപ്പൺ ഹർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ ബാഗ് തുറന്നൊരു ബുക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു ചിത്രകഥാ ബുക്കായിരുന്നു. ഹിയർ ഇസ് എ ഗിഫ്റ്റ് ഫോർ യു. അതാ നിനക്കുള്ള ഒരു ഗിഫ്റ്റാണിത്, നിനക്ക് വേണ്ടിയുള്ളൊരു ഗിഫ്റ്റാണിതെന്ന് പറഞ്ഞ് സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹർ. സാഷ അത് ആ പെൺകുട്ടിക്ക് കൈമാറി. ദ ഗേൾ വൈപ്ഡ് ഹർ ഹാൻഡ്സ് ഓൺ ദ സ്കേർട്ട്. ആ പെൺകുട്ടി എന്ത് ചെയ്തു? അവളുടെ കൈകളെല്ലാം തുടച്ച് അവളുടെ പാവാടയിൽ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ നല്ലൊരു പുഞ്ചിരിയോടെ ആ ബുക്ക് സ്വീകരിച്ചു. കവിത, ഹു ഈസ് ദ? ഹർ മദർ കോൾഡ് ഔട്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് കവിത എന്നാണ്. ആരാ അവിടെ എന്ന് അമ്മ ചോദിച്ചു. ആ പെൺകുട്ടിയുടെ അമ്മ ചോദിച്ചു. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നവീന് ധൃതിപ്പെട്ടു ആ അമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. നമുക്ക് നമ്മുടെ അനു ടീച്ചറോട് കവിതയെപ്പറ്റി പറയാം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ്. എനിക്ക് തോന്നുന്നു ആ ടീച്ചർ അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. ആ കുട്ടിക്ക് വേണ്ടി ടീച്ചർ ഹെൽപ്പ് ചെയ്യുമെന്നാണെന്ന് സാഷ ചിന്തിക്കുകയാണ്. സാഷ സജസ്റ്റഡ്. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അപ്പം ഇങ്ങനെ ചോദ്യം എന്താണ്? അനു ടീച്ചർ കവിതയെ ഹെൽപ്പ് ചെയ്യുമോ? എങ്ങനെയാണ്? ദ സ്മൈൽ. അടുത്തതാണ് സ്മൈൽ. ടീച്ചർ the smile. Dear children, today we have a new friend. She belongs to a place far away. Let's welcome her. The headmaster introduced Kavita in the school assembly. She came forward dressed in the school uniform. She smiled warmly at everyone. The headmaster invited Kavita's parents to the stage. All the children clapped. I congratulate Sasha and Naveen. They helped Kavita to join us. Sasha, Naveen, please come to the dais. The headmaster encouraged clapping hands. അപ്പോൾ ആ പുഞ്ചിരി എന്താണ്? പുഞ്ചിരി നോക്കാം നമുക്കിവിടെ. പുഞ്ചിരിക്ക് കാരണം എന്താണ്? ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ടുഡേ ഇന്ന് വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. നമുക്കൊരു പുതിയ ഫ്രണ്ട് ഉണ്ട്, പുതിയ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫോർ അവേ. അവൾ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ഹർ. നമുക്ക് അവളെ വെൽക്കം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ് അവൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടിയാണ്, നമുക്കിവളെ സ്വാഗതം ചെയ്യാം എന്ന് പറയാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ കവിതയെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഷീ കെയിം ഫോർവേഡ്. അവൾ മുന്നോട്ട് വന്നു. ഡ്രസ് ഇൻ ദ സ്കൂൾ യൂണിഫോം. സ്കൂൾ യൂണിഫോമിലാണ് അവളെ കണ്ടത്. ഷീ സ്മൈൽ വാംലി അറ്റ് എവ്രി വൺ. എല്ലാവരോടും നല്ല രീതിയിൽ അവൾ പുഞ്ചിരിച്ചു. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. കവിതയുടെ പാരൻസിനെയും ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് ചെയ്തു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും കൈയടിച്ചു. ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നവീൻ. ഞാൻ സാഷയെയും നവീനെയുമാണ് ഇവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. അവരാണ് കവിതയെ നമ്മുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. സാഷ, നവീൻ, പ്ലീസ് കം ടു ദ ഡയാസ് എന്ന് പറഞ്ഞുകൊണ്ട് സാഷയും നവീനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. കുട്ടികൾ എല്ലാവരോടും എന്താ പറയുക, കൈയടിക്കാൻ വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർ പ്രോത്സാഹിപ്പിച്ചു. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡയസ്? എന്തുകൊണ്ടായിരുന്നു ഹെഡ് മാസ്റ്റർ സാഷയും നവീനെയും വേദിയിലേക്ക് ക്ഷണിച്ചത്? അടുത്തതാണ് ടിയേഴ്സ് ഓഫ് ജോയ്. സന്തോഷ കണ്ണീര്. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. ദ ഹെഡ് മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. All the children applauded them again. Kabita looked at Sasha and Naveen. Her eyes brightened with gratitude. Anu teacher's song was echoing in every mind. The best of friends worth more than gold. Give all the love a heart can hold. A heart can hold. Anupama teacher came forward and hugged Kabita. The girl smiled. A tiny drop of tear glittered in the corner of her eyes. അപ്പോൾ എന്താണ് ആ സന്തോഷ കണ്ണീര് നോക്കാം. ടിയേഴ്സ് ഓഫ് ജോയ്. സാഷ ആൻഡ് നവീൻ മൂവ് ടുവേർഡ്സ് ദ സ്റ്റേജ്. അങ്ങനെ സാഷയും നവീനും സ്റ്റേജിലേക്ക് പോയി. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ അവർക്ക് കൈയൊക്കെ കൊടുത്തു. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡ് ദ അഗെയിൻ. അപ്പോൾ ആ സമയത്ത് എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്യുകയാണ്, എല്ലാ കുട്ടികളും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്.
കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത സാഷയെയും നവീനെയും നോക്കി. ഹർ ഐസ് ബ്രൈറ്റൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകളിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ, നന്ദിയുടെ, സ്മരണയുടെ ഒരു തിളക്കവും ഉണ്ടായിരുന്നു. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. എല്ലാവരുടെ മനസ്സിലും അനു ടീച്ചറുടെ പാട്ട് മുഴങ്ങിക്കൊണ്ടിരുന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്, കൂട്ടുകാരിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ്, ഏറ്റവും നല്ലവരെങ്ങനെയുള്ളവരാണ്? വർത്ത് മോർ ദാൻ ഗോൾഡ്, സ്വർണ്ണത്തെക്കാളും മൂല്യമുള്ളവരാണ്. ഗീവ് ഓൾ ദ ലവ്, എല്ലാ സ്നേഹവും അവർ കൊടുക്കും. എ ഹാർട്ട് ക്യാൻ ഹോൾഡ്, ഒരു ഹൃദയത്തിൽ എടുത്തു വെക്കാൻ പറ്റുന്ന അത്രയും സ്നേഹം അവർ കൊടുക്കുന്നവരാണെന്നാണ് പറയുന്നത്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ മുന്നോട്ട് വന്ന് കവിതയെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ദ ഗേൾ സ്മൈൽഡ്, ആ പെൺകുട്ടി പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ, ഒരു കുഞ്ഞ് കണ്ണീർത്തുള്ളി ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹർ ഐസ്, അവളുടെ കണ്ണിൻ്റെ കോർണറിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. സന്തോഷ കണ്ണീരാണത്. സങ്കടം കൊണ്ടുള്ളതാണോ? അല്ല. ഇറ്റ് വാസ് ദ ജോയ് ടിയറാണ്, അല്ലേ? ടിയേഴ്സ് ഓഫ് ജോയ് ആണത്. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി.